അങ്ങനെ പിന്നെ ഖുർആൻ തൊട്ട് വെക്കണ ഒരു പണി നമുക്ക് ആർക്കുമില്ല, ദിക്റുകൾ ചെല്ലുന്ന പണിയൊന്നുമില്ല. അങ്ങനെയുള്ളൊരു കൗമായും കൂടി നമ്മൾ മാറി ഇപ്പോൾ മറ്റു മോശമായിപ്പോയി. അതുകൊണ്ടാണ് ഇപ്പോൾ വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് നമുക്ക് വലിയ പ്രശ്നമുണ്ടാവും. നമ്മൾ ഒച്ചട്ടിട്ട് മാറ്റൂല. നമ്മളെ ശബ്ദങ്ങളൊന്നും മാറ്റാൻ മാത്രമുള്ളൊരു ശബ്ദമല്ല അത്. കാരണം നമ്മൾ ശബ്ദം എന്ന് പറഞ്ഞാൽ ആ ശബ്ദത്തിൻ്റെ കനം നഷ്ടപ്പെട്ടില്ലേ, നമുക്കതിനുള്ള ഒരു ഊർജ്ജം നമ്മളില്ലാതായിപ്പോയി. നമ്മളിപ്പോൾ വെള്ളിയാഴ്ച അന്ന് ജുമാക്ക് പോകാതൊക്കെയാന്ന് വിചാരിച്ചു എല്ലാവരും. രക്ഷപ്പെടാൻ ഒരു ജുമായില്ലാതെ രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗമായല്ലോ എന്ന് വിചാരിക്കും, അത്രേ ഉള്ളൂ. പഴയ നമ്മളെ പഴമക്കാർക്ക് വെള്ളിയാഴ്ചയിലുള്ള ബഹുമാനം നമുക്കുണ്ടാവും. ഓലൊക്കെ തന്ന് രാവിലെ തന്നെ പള്ളിയിലേക്ക് വരും. നമ്മൾ പള്ളിയിൽ ചില പള്ളിയിലൊക്കെ ജുമാൻ്റെ മുമ്പ് ഒരു ബസ്സൊക്കെ ഉണ്ടാവും. ആ ബസ്സൊക്കെ കൂടി കഴിഞ്ഞിട്ടേ കുട്ടികൾ കയറുള്ളൂ. അത് നല്ല സ്വഭാവമാണ്. അത് കഴിഞ്ഞ് കയറിയാൽ മതി, മനസ്സിലായോ? എന്നാലും പിന്നെ അങ്ങനെയൊക്കെയാണ് നമ്മളൊക്കെ അവസ്ഥകൾ അങ്ങനെ ആയി മാറിപ്പോയി. അപ്പോൾ ഇതൊക്കെ നമ്മളൊരു മോചനം ഉണ്ടാവണം നമുക്ക്. നമ്മൾ യഥാർത്ഥ ഈമാൻ, ആ ഈമാനിനെ സംരക്ഷിക്കണം. നമ്മൾ മുഅ്മിനീങ്ങളായി കൂടെ ജീവിക്കണം. ഇപ്പോൾ എ സി ഉണ്ടെങ്കിലേ പള്ളിക്കൽ ആളെ കയറ്റാനും കിട്ടുള്ളൂ. നോക്കുകയാണ് വളർത്തുന്നത്, അവിടെ എ സി ഉണ്ടാകും നോക്ക്, അവിടെ എന്താ അഹ്ദ് എങ്ങനെയാണ് നോക്ക്, പിന്നെ കക്കൂസ് ഹൈറ്റൊക്കെ ആണോ നോക്ക്, എന്നാൽ കയറാന്ന് പറയും. അല്ലാതെ പള്ളിയിൽ നിന്നുള്ളവർക്ക് കയറിച്ചാൽ കയറുന്നതിൽ വളരെ കമ്മിയായിരിക്കും. അപ്പോൾ ഒക്കെ താല്പര്യങ്ങളായിപ്പോയി. അപ്പോൾ എന്താ ചെയ്യാനാണ്? റസൂൽ പറഞ്ഞില്ല ലാ യബ്ഖാ ഫിൽ ഇസ്ലാമി ഇല്ല സ്മുഹു. നീ ഇസ്ലാം എന്ന് കേൾക്കണ ഒരു കാലം വരും. ഇസ്ലാം എന്ന് കേൾക്കാം. മുസ്ലിമീങ്ങളെ കാണില്ല. ഇസ്ലാം എന്നുള്ളൊരു സാധനം മാത്രം പറഞ്ഞു കേൾക്കാം. അങ്ങനെ മതം ഇവിടെ ഉണ്ടായി ഇസ്ലാം. കാരണം ഇവിടെ മുസ്ലിം എന്നുള്ള പേരിൽ ഉള്ള ആളുകളിൽ ഇസ്ലാമിനെ കാണൂല. അങ്ങനത്തെ ആളുകളായി കുഞ്ഞുണ്ടായി പോവുക. അതുകൊണ്ടാണ് ലാ യബ്ഖാ ഫിൽ ഇസ്ലാമി ഇല്ല സ്മുഹു. ഇസ്ലാം എന്നുള്ള പേര് മാത്രം കേൾക്കാം, സാധനം നോക്കിയാൽ കാണാൻ കഴിയില്ല. നമ്മളൊക്കെ റിക്കാർഡിൽ മുസ്ലിമീങ്ങളായിട്ട് ആയിരിക്കും, പക്ഷേ ഇസ്ലാമിൻ്റെ ഒരു സ്വഭാവം നമ്മളിലുണ്ടാവില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് മനസ്സിലാക്കിയാൽ മതി. നിസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും ഒക്കെ എല്ലാം ഇഖ്ലാസോട് കൂടി ചെയ്യണതായ ഒരവസ്ഥ കുറഞ്ഞു പോവുകയാണ്. പഴയ കാലത്തൊന്നും അങ്ങനെയല്ല. നമുക്ക് പള്ളിയിൽ ഏത് പള്ളിയാണെങ്കിലും പള്ളിയിൽ നിസ്കരിക്കും. അവിടെ കാർപ്പറ്റ് ഉണ്ടോ ഇല്ലയെന്ന് നോക്കലില്ല, മറ്റുള്ള സൗകര്യങ്ങളുണ്ടോ ഞാൻ നോക്കലില്ല. ഇതങ്ങനെയല്ല. അന്ന് സൗകര്യങ്ങളുണ്ടെങ്കിൽ നിസ്കരിക്കാൻ വരുന്നൊരവസ്ഥയിലേക്ക് മാറിപ്പോയി. അപ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിച്ച് നമുക്ക് നൽകിയ ഒന്നാണ് വിശുദ്ധമായ ഈമാൻ. അത് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഒരു നൂറാണ്. മഹാന്മാരൊക്കെ ഈ നൂറിനെ, ഈ പ്രകാശത്തിനെ പ്രകാശിപ്പിച്ചെടുത്തു. അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരെ അതിനെ പ്രകാശിപ്പിച്ചെടുത്തവരാണ്. അള്ളാഹുവിൻ്റെ ഔലിയാഹിനെ പ്രകാശിപ്പിച്ചെടുത്തവരാണ്. അതിനെ പ്രകാശിപ്പിച്ചെടുത്ത് അത് ഉപയോഗിച്ചു കൊണ്ടിട്ട് അവർ ഈമാനിനെ അവർ വളർത്തിയെടുത്തു. ആ ഈമാനാവുന്ന ടെക്നോളജി കൊണ്ട് അവർക്ക് ഇവിടെ നിന്ന് ഉയരാൻ കഴിഞ്ഞു. അവർക്കൊക്കെ മഹാന്മാർ പറഞ്ഞതുപോലെ തുക്ഷഫു ഹഖായിഖുൽ ഉമൂർ അൽ മങ്കൂശത്തു ഫിൽ ലൗഹിൽ മഹ്ഫൂദ്. ലോകത്തുള്ള എല്ലാ വസ്തുക്കളുടെയും യാഥാർത്ഥ്യങ്ങൾ അല്ലാഹു ലൗഹുൽ മഹ്ഫൂദിൽ അതിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ആ ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തപ്പെട്ട രേഖകൾ നോക്കി മനസ്സിലാക്കാൻ കഴിയണ അവസ്ഥയിൽ ഇത് മുൻഗാമികളൊക്കെ ഉണ്ടായി. മഹദിമാലിനൊക്കെ പറഞ്ഞു അവരെ കണ്ണത് എപ്പോഴും ലൗഹിലെന്നോ വരുന്നത്. അപ്പോൾ ലൗഹിക്ക് നോക്കി വിഷയങ്ങളെ മനസ്സിലാക്കി പറയാൻ പറ്റുന്ന അവസ്ഥ ഇത് മഹാന്മാർക്കുണ്ടായിരുന്നു. ഒരു മരത്തിൻ്റെ ചോട്ട് കൂടി പോവുകയാണെങ്കിൽ ആ മരം അവിടെ വീഴുകയോ എന്നുള്ളത് ചിലപ്പോൾ വീണ് ഇയാളോടെ മരിക്കാൻ സാധ്യത ഉണ്ടാവും. പക്ഷേ അയാൾ ലോഹിലേക്ക് നോക്കിയാൽ അയാൾക്ക് മനസ്സിലാവും ഈ മരത്തുമ്പിൽ അതിനെ പറ്റിയുള്ള ഒരു ലോഹ ഒരു വിവരം ഉണ്ടാവും, ഈ മരം ഇപ്പോൾ പോകുന്നു. അപ്പോൾ അതിൻ്റെ ചോട്ട് കൂടി മൂപ്പര് പോകില്ല. ചിലപ്പോൾ അയാളെ നോക്കിയിട്ടുണ്ടാവില്ല. ചോട്ട് കൂടി ഇപ്പോൾ മൂസബിയും ഖദർ വലിയുമായി തങ്ങൾ പോകുമ്പോൾ ആ കപ്പലിൻ്റെ മൂപ്പര് നഷ്ടപ്പെടുത്തി, കപ്പലിൻ്റെ ഓട്ടയാക്കി. മറ്റേ മൂപ്പര് അത് എന്തിനാന്ന് ചോദിച്ചത്. അതുകൊണ്ട് മുസ്നബി നബി ആയിട്ടുണ്ടോ ഇല്ലയത് മറ്റൊരു കാര്യം. ആ സമയത്ത് ഏതായാലും മൂപ്പര് അത് എന്തിനെ നഷ്ടപ്പെടുത്തി. മൂപ്പര് അതിൻ്റെ രേഖയിലേക്ക് നോക്കിയിട്ടില്ല. അതിൻ്റെ രേഖ അവിടെ അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ രേഖകൾ നോക്കി മനസ്സിലാക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് മനുഷ്യരെത്തിച്ചേരുക. ഇതാണ് നുബുവത്ത് വിലായത്ത് എന്നൊക്കെ പറഞ്ഞാൽ. ഇതിലൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും. എല്ലാവരും ഒരേ ദർജയിലായിക്കോളുന്നില്ല. അപ്പോൾ നമ്മൾ കഴിയുന്നത്ര ഇസ്തഖീമു വലം തുത്തീഖൂന്നാണ്. മഹാന്മാരിൽ ഉണ്ടായിരുന്ന ആ ഉയർന്ന സ്വഭാവ ഗുണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഒരു ആത്മപരിശോധന നടത്തുക. ഇപ്പോൾ റമദാൻ കഴിയാനായി. റമദാനിൽ മനുഷ്യന് ഇബാദത്തിന് പറ്റിയ എല്ലാ സൗകര്യങ്ങളും അല്ലാഹു ചെയ്തു തന്നു. അതുകൊണ്ടാണല്ലോ സുഫിദത്തി ഷയാത്തി എന്ന് പറഞ്ഞു. ആ റമദാനെ ബഹുമാനിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അധികം ഭ്രാന്ത് കാട്ടുന്ന ശൈത്താന്മാരെയൊക്കെ അടക്കി നിർത്തി.
അതുകൊണ്ടുള്ള തീരെ നിൽക്കാൻ വരാത്തവരും ചിലപ്പോൾ കുറേ ദിവസമൊക്കെ അങ്ങനെ കാണാം പള്ളിക്കൽ അവിടെ ഇവിടെയൊക്കെ. കാരണം എന്താ, വലിയ ചെറുതും അനക്കും ഉണ്ടാവില്ല. പിന്നെ സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെട്ടു, നരക കവാടങ്ങൾ അടക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാൽ ഇബാദത്തിന് പതിവാണെങ്കിൽ കൂലികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓഫർ ചെയ്തു. പ്രത്യേകമാവുന്ന ദിവസങ്ങളെ നിശ്ചയിച്ചു. അതിൻ്റെ അവസാനത്തെ 10 ഒറ്റയായ രാത്രി മുഴുവനും ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കണം എന്നാണ്. ഏതെങ്കിലും രാത്രിയിൽ ലൈലത്തുൽ ഖദ്ർ ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. പക്ഷെ ഒറ്റയായ എല്ലാ രാത്രിൻ്റെയും ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കി നമ്മുടെ ഹസനാത്തിൻ്റെ രേഖകൾ പരിശോധിച്ച് നോക്കുമ്പോൾ ആ രേഖകളിൽ ധാരാളം ഇബാദത്തുകളെ കാണും. നമ്മളെ നന്മകളും തിന്മകളും കൂടി വിലയിരുത്തപ്പെടുമ്പോൾ ആ നന്മകൾ തിന്മകളേക്കാൾ എന്താവണം, ഉയർന്നു നിൽക്കണം. ഇതാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. തിന്മ ഉണ്ടാവില്ല എന്നല്ല, സാധാരണ മനുഷ്യന്മാരാകുമ്പോൾ തിന്മകൾ ഉണ്ടാവുമല്ലോ. ആ തിന്മനേക്കാൾ നന്മകൾ അധികരിച്ചിരിക്കണം. അപ്പോൾ രേഖ പരിശോധിച്ച് നോക്കുമ്പോൾ തിന്മകളുടെ രേഖകളും നന്മകളുടെ രേഖകളും നോക്കുമ്പോൾ നന്മകളുടെ രേഖകൾ ധാരാളമായി കൊണ്ട് കാണപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ വേണ്ടിയാണ് അള്ളാഹു ഇത് ചെയ്തത്. റമദാനിൻ്റെ ഏത് രാത്രി എന്ന് പറഞ്ഞാൽ മതിയെന്നല്ലോ. ആ രാത്രി പറഞ്ഞെന്നാൽ ആ രാത്രി നെയ്യിട്ട് കൊടുത്ത് ബുക്കാന്ന് പറഞ്ഞ മാതിരിക്കും നമുക്ക് ആ രാത്രി ഉപയോഗപ്പെടുത്തിയാൽ പോരെ. ഇതിപ്പോൾ നമ്മളെ സ്വീപ്പാക്കാൻ വേണ്ടി ഒറ്റയായ രാത്രി നമ്മൾ വിചാരിച്ചു വല്ലാത്തൊരു ഇടങ്ങാറുള്ളത്. ഒറ്റ ഇടങ്ങാറുമല്ല. നമ്മളെ എല്ലാ മാസത്തിലുള്ള ഇബാദത്തൊക്കെ കുറവ് തന്നെയാണ്. അപ്പോൾ ഈ മാസത്തിലെങ്കിലും അവസാനത്തെ 10 ഒറ്റയായ രാത്രികളെ മുഴുവനും ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കിയിട്ട് അതിന് ഒരു രാത്രി ലൈലത്തുൽ ഖദ്റാണ്, ഉറപ്പാണ്. ബാക്കിയുള്ളതൊന്നും ലൈലത്തുൽ ഖദ്ർ ആയതുകൊണ്ടല്ല, പക്ഷേ ബാക്കിയുള്ള രാത്രികളിലുള്ള ഇബാദത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്മയും തിന്മയും കൂടി തുലനം ചെയ്യുമ്പോൾ നന്മ ബന്ധുക്കായി നിൽക്കണം. ഇതാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഈ ജനങ്ങളോടുള്ള റഹ്ഫത്ത്, ഒരു കിർഫൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, സ്വയം ഒരു ആത്മപരിശോധന നടത്തുക. ഈ റമദാനിൽ നമ്മളൊക്കെ എത്ര ആളുകൾ ഗീബത്ത് പറഞ്ഞു, എത്ര ആളുകൾ നമീമത്ത് പറഞ്ഞു, എത്ര ആളുകൾ പൊള്ളു പറഞ്ഞു. നമ്മൾ ഈ റമദാനിനെയൊക്കെ നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തി? നമ്മളെ നിസ്കാരങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ വജൂഹിന് വേണ്ടി മാത്രമാണോ അല്ലേ എന്നൊക്കെ ഒന്ന് പരിശോധിക്കുക. എത്ര സുന്നത്തായ അമലുകളെ വർദ്ധിപ്പിക്കണം, എന്നാലേ അള്ളാഹുവിലേക്കുള്ള അടുപ്പം സാധ്യമാവുള്ളൂ. അള്ളാഹുവിലേക്ക് അടുക്കണമെന്നുണ്ടെങ്കിൽ ഫർള് മാത്രം നിസ്കരിച്ചാൽ പോരാ, ഫർളാവുന്നതായ നോമ്പ് പറ്റാൽ പോരാ, ഫർളാവുന്ന ദാനധർമ്മങ്ങൾ ചെയ്താൽ പോരാ, സുന്നത്താവുന്ന ഇബാദത്തുകളെ ധാരാളം വർദ്ധിപ്പിക്കണം. അതുകൊണ്ട് മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് പ്രയാസം ഉണ്ടായിക്കൊണ്ട് ചെയ്യണമെന്നല്ല. ഒരു സഹാബിനെ പറ്റി റസൂലുള്ളാഹിനോട് എന്ന് പറഞ്ഞില്ലേ, ഒരുത്തപ്പെടുണ്ട്, അവൻ രാത്രി മുഴുവൻ നിൽക്കാരാണ്, പകൽ മുഴുവനും നോമ്പാണ്, അവൻ്റെ കണ്ണൊക്കെ കൊണ്ടിട്ടിക്കണം, കൗളൊക്കെ ഒട്ടിയിക്കണം. അപ്പോൾ അവനെ ഒളിപ്പിച്ചു റസൂലുള്ളാഹി. അപ്പോൾ അയാളെ ഭാര്യനോട് ചോദിച്ചു, ഇജിത്ത് അങ്ങനെ വെളുപ്പ് പിടിച്ചൊന്നുമില്ല നടക്കണം. അയാൾക്കപ്പോൾ വെളുപ്പ് വൃത്തിയൊക്കെ ഉണ്ടാക്കണം, അയാൾക്കിപ്പോൾ നമ്മളെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ വിളിപ്പിച്ച് ചോദിച്ചു, എന്നുള്ള ഈ എന്നെ പറ്റി ഇങ്ങനെയൊക്കെ കേട്ടല്ലോ, ഇത് രാത്രി വലിയ നിൽക്കാരക്കാരനാണ്, പകലാണെന്നുണ്ടെങ്കിൽ നോമ്പുമാണ് എല്ലാ ദിവസവും, എൻ്റെ കണ്ണൊക്കെ കൊണ്ടിട്ട് പോയിക്കണമല്ലോ, കവളത്തൊന്നും യാതൊരു ഒട്ടിപ്പോയിട്ടുണ്ടല്ലോ, എൻ്റെ ശരീരമൊക്കെ ക്ഷീണിച്ചിരിക്കണ. അവൻ മൂപ്പര് പറഞ്ഞു, ശരിയാണ്, ഞാൻ അങ്ങനെ ഈ ഭാഗത്ത് എന്നാൽ അങ്ങനെ ഈ ഭാഗത്ത് ചെയ്യേണ്ടതാണ്. രാത്രി കുറച്ചേരം ഈ ഭാഗത്ത് ചെയ്തോ, ഇത് നോമ്പ് ഒരു ദിവസം തോറ്റോ പിറ്റേ ദിവസം വിട്ടാൾ. എൻ്റെ ശരീരത്തിനോടൊരു ബാധ്യത എനിക്കുണ്ട്, എൻ്റെ കുടുംബങ്ങളോട് ബാധ്യത ഉണ്ട്, സമുദായത്തിനോട് ബാധ്യത ഉണ്ട്. ഈ ബാധ്യതകളൊക്കെ നീ നിർവഹിക്കണം. അപ്പോൾ ശരീരത്തിനോടുള്ള ബാധ്യത നമ്മൾ നിർവഹിക്കണം. അപ്പോൾ ആരോഗ്യമൊക്കെ കളഞ്ഞുകൊണ്ട് ഈ ഭാഗത്ത് ചെയ്യണം എന്നല്ല പറഞ്ഞത്, ഉറങ്ങേണ്ട സമയത്ത് ഉറക്കണം. അപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഏതായാലും ഇപ്പോൾ ഉറക്കുണ്ടാവും. കാരണം നോമ്പ് തന്നെ ഉറക്കിനുള്ളൊരു മാസമെന്നുള്ളതാണ്. രണ്ടാമത്തൊന്ന് തീറ്റിക്കുള്ളൊരു മാസമാണ്. അപ്പോൾ ഇത് രണ്ടും നല്ലോണം നടക്കുന്നുണ്ട്. രാവിലെ ആരെ വിളിച്ചാലും കിട്ടൂല. ഇപ്പം ഞാൻ വരുന്നത് സുബൈക്കനുസരിച്ച് വിളിച്ചു നോക്കുമ്പോൾ ആരും കിട്ടണില്ല. അപ്പം എന്താ ഒക്കെ ഉറങ്ങുകയാണ്. അപ്പോൾ ഉച്ചവരെ ഉറങ്ങുമെന്ന് ഇറങ്ങും. പിന്നെ നല്ലതാണ്, അപ്പോൾ ഒരു വലിയ ഭാഗത്തായി കൂടി. അങ്ങനെ പിന്നെ ഖുർആൻ തൊട്ട് വെക്കണ ഒരു പണി നമുക്ക് ആർക്കുമില്ല, ദിക്റുകൾ ചെല്ലുന്ന പണിയൊന്നുമില്ല. അങ്ങനെയുള്ളൊരു കൗമായി കൂടി നമ്മൾ മാറി, ഇപ്പോൾ മറ്റു മോശമായിപ്പോയി. അതുകൊണ്ടാണ് ഇപ്പോൾ വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് നമുക്ക് വലിയ പ്രശ്നമുണ്ടാവും. നമ്മൾ വച്ചിട്ടിട്ട് മാറ്റൂല. നമ്മളെ ശബ്ദങ്ങളൊന്നും മാറ്റാൻ മാത്രമുള്ള ശബ്ദമല്ല അത്. കാരണം നമ്മൾ ശബ്ദം എന്ന് പറഞ്ഞാൽ ആ ശബ്ദത്തിൻ്റെ കനം നഷ്ടപ്പെട്ടില്ലേ, നമുക്കതിനുള്ള ഒരു ഊർജ്ജം നമ്മളിൽ ഇല്ലാതായിപ്പോയി. നമ്മളിപ്പോൾ വെള്ളിയാഴ്ച അന്ന് ജുമാക്ക് പോകാതൊക്കെയാന്ന് വിചാരിച്ചു എല്ലാവരും. രക്ഷപ്പെടാൻ ഒരു ജുമാനില്ലാതെ രക്ഷപ്പെടാൻ ഒരു മാർഗമായല്ലോ എന്ന് വിചാരിക്കും, അത്രേ ഉള്ളൂ. പഴയ നമ്മളെ ഫാമക്കാർക്ക് വെള്ളിയാഴ്ചയിലുള്ള ബഹുമാനം നമുക്കുണ്ടാവും. ഓലൊക്കെ അന്ന് രാവിലെ തന്നെ പള്ളിയിലേക്ക് വരും. നമ്മൾ പള്ളിയിൽ ചില പള്ളിയിലൊക്കെ ജുമാൻ്റെ മുമ്പ് ഒരു ബസ്സൊക്കെ ഉണ്ടാവും. ആ ബസ്സൊക്കെ കൂടി കഴിഞ്ഞിട്ടേ കുട്ടികൾ കയറുള്ളൂ. അത് നല്ല സ്വഭാവമാണ്. അത് കഴിഞ്ഞ് കയറിയാൽ മതി, മനസ്സിലായോ? എന്നാലും പിന്നെ
അങ്ങനെയൊക്കെയാണ് നമ്മളൊക്കെ അവസ്ഥകൾ അങ്ങനെ ആയി മാറിപ്പോയി. അപ്പോൾ ഇതൊക്കെ നമ്മളൊരു മോചനം ഉണ്ടാവണം. നമ്മൾ യഥാർത്ഥ ഈമാൻ, ആ ഈമാനിനെ സംരക്ഷിക്കണം. നമ്മൾ മുഅ്മിനീങ്ങളായി കൂടി ജീവിക്കണം. അതോടുകൂടി രാജ്യത്തിലുള്ള മതസൗഹാർദ്ദം സ്നേഹമൊക്കെ നിലനിർത്തണം. അത് നമ്മളെ ഈമാനിനെ ശക്തമായി കൊണ്ടിട്ട് ആ ഈമാനിക്ക് നല്ലൊരു പ്രതിരോധം നമ്മൾ ഉണ്ടാക്കി തീർക്കണം. ആ ഈമാൻ നശിച്ചു പോകാൻ പാടില്ല. ആ ഈമാൻ്റെ വളർച്ചയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനോട് ആവശ്യമാവുന്ന ദിക്റുകൾ അള്ളാഹുവിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ദിക്റുത. ദിക്റ് ദായിമാക്കിക്കൊണ്ടിരിക്കുക. റസൂൽ അങ്ങനെയല്ലേ എന്നാ? റസൂൽ ദിക്റ് അല്ലാത്തതിൻ്റെ വിശുദ്ധനല്ലേ? പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സർവ്വസമയത്തും ദാക്കിറായിരുന്നു. വകാന യദ്കുറുല്ലാഹ ഫീ കുല്ലി ഹീൻ. ദിക്റെല്ലാം പറ്റുന്ന എല്ലാ സമയത്തും നബി ദിക്റിലിരുന്നു. ദിക്റെല്ലാം പറ്റുന്ന എല്ലാ സ്ഥലത്തും നബി ദിക്റിലിരുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥ ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതൊന്നും വലിയൊരു പ്രയാസമുള്ള സംഗതികൾ മാത്രമല്ല. അപ്പോൾ അമിതമായ ഒരു സ്നേഹം, അത് ദുന്യാവ് വേണ്ടെന്നല്ല ഈ പറഞ്ഞ അർത്ഥം. ദുന്യാവുള്ള സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താം. ശറഈനോട് എതിരല്ലാത്ത ഏത് സൗകര്യം ഉപയോഗപ്പെടുത്താം, അത് കുഴപ്പമില്ല. പക്ഷെ ഇത് ഉപയോഗപ്പെടുത്താനാവരുത് നമ്മൾ എന്താവുന്നത് ജീവിക്കണം. അവിടെയാണ് വ്യത്യാസം. അപ്പോൾ അതുകൊണ്ടിട്ട് ഈമാനിനെ വർദ്ധിപ്പിക്കാൻ ആവശ്യമാവുന്നതായ സംഗതികൾ ചെയ്ത് ഈമാനിനെ വർദ്ധിപ്പിച്ച്, അത് അല്ലാഹുവിൻ്റെ ഒരു വിശുദ്ധമായ നൂറാണ്. ശൈത്താനിയാവുന്ന ഷർറിന്ന് ഒഴിഞ്ഞിരിക്കണം. ശൈത്താനിയായ ഷർറിനെ തൊട്ട് നമ്മൾക്ക് പ്രതിരോധം നമ്മളുണ്ടാക്കണം. തടീൻ്റെ ഇച്ഛകളോട് നമ്മൾ പ്രതിരോധം ഉണ്ടാക്കണം. ആ നിലക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാ അമലുകളെയും അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നമ്മളോട് ബന്ധപ്പെട്ടവർക്കുള്ള അമലുകളെയും അള്ളാഹു കബൂൽ ചെയ്യട്ടെ.